പമ്പാണ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇത്രയും നാൾ വീഡിയോ ഇടാഞ്ഞെന്ന് ചോദിച്ചാൽ, ഞാൻ ഓൾറെഡി ഈ ഒരു മാർക്കറ്റ് ഡംപ് ടൈമിലെല്ലാം വീഡിയോ ഇട്ടിരുന്നു. ബിറ്റ് കോയിൻ നല്ല മൂവ്മെൻറ്റ് ഉണ്ടാകും. അപ്പം ബിറ്റ് കോയിനെ ബാക്കിയുള്ളതിനൊന്നും ഞാൻ ഇപ്പം മെമേ കോയിനൊന്നും ഞാൻ വലിയ സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല. അത് ഇപ്പം ഫണ്ട് കൂടുതൽ അവിടെ ഈ സൊളാനയുടെ ആയാലും അങ്ങനെ വരുന്ന മെമേ കോയിനുകൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്. പക്ഷേ അല്ലാതെ മെയിനായിട്ടുള്ള ആൾട്ട് കോയിനൊന്നും ഇപ്പോഴും നല്ല രീതിയിൽ പോയിട്ടൊന്നുമില്ല. അപ്പം ഞാൻ ബിറ്റ് കോയിൻ്റെ കാര്യം എപ്പോഴും പറയുമായിരുന്നു, ബിറ്റ് കോയിൻ നല്ല രീതിയിൽ തന്നെ പമ്പാവും, അത് നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടാകും. ബിറ്റ് കോയിൻ ഒരു 100K ഒക്കെ അടിക്കാനൊക്കെ വളരെ ഈസിയാണ്. അപ്പോൾ ആൾട്ട് കോയിനെ സംബന്ധിച്ച് നമ്മൾ പഴയ ഒരുപാട് ട്രസ്റ്റ് ചെയ്ത പല പ്രൊജക്റ്റുകളും മിക്കതും പമ്പായിട്ടില്ല. ഒരു 2024 മാർച്ചിൽ ആ ഒരു ടൈമിൽ ഒരു പമ്പുണ്ടായ ആ ഏരിയ പോലും എത്താത്ത ഒരുപാട് ആൾട്ട് കോയിനുണ്ട്. ചിലതൊക്കെ ഇപ്പോൾ XRP ആയിട്ട് കർഡാന ആയിക്കോട്ടെ, നമ്മൾ വേസ്റ്റ് എന്ന് വിചാരിച്ച കർഡാന പോലും ആ ഒരു നല്ല മൂവ്മെൻറ്റാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാർക്കറ്റ് നോക്കിയാൽ ഇപ്പോൾ 90,787 93K വരെ വന്നു. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളതെന്ന് വെച്ചാൽ എതേറിയത്തെ നിങ്ങൾക്ക് ബൈ ചെയ്യാൻ പറ്റും. എതേറിയം അത്യാവശ്യം ഇപ്പം ഒരു 3400 അതിന് മുകളിൽ പോയിട്ട് ഇപ്പം താഴെ വന്നിരിക്കുകയാണ്. അപ്പോൾ എതേറിയത്തെ നിങ്ങൾക്ക് ബൈ ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ഇതായിട്ടുള്ള ആൾട്ട് കോയിൻ്റെയൊക്കെ ബൈ ചെയ്യാം. ഓക്കെ, ഈ ഡോഗ് എന്ന് പറയുന്ന നമ്മുടെ സംഭവം അത് നല്ല രീതിയിൽ പമ്പായി നിൽക്കുകയാണ്. പിന്നെ വേണമെങ്കിൽ ഇപ്പം ചെറിയ രീതിയിൽ ബൈ ചെയ്യാം. നമുക്ക് $1 ആവും എന്നൊക്കെ പലരും പറയുന്നുണ്ട്. അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ബൈ ചെയ്യാം. അപ്പോൾ അത് നല്ല രീതി എലോൺ മസ്ക് ആണെങ്കിലും നല്ല രീതി അതിനെ പമ്പാക്കും. അതുകൊണ്ട് തന്നെ പല ആൾട്ട് കോയിൻ ആയിക്കോട്ടെ, ഫയൽ ആയിക്കോട്ടെ, യൂണി ആയിക്കോട്ടെ, ICP ആയിക്കോട്ടെ, ഡോട്ട് ആയിക്കോട്ടെ, അങ്ങനെ പലതും പമ്പാവാനുണ്ട്. അപ്പോൾ അതൊന്നും വലിയ രീതിയിൽ ഒരു മൂവ്മെൻ്റ് ഒന്നും കാണിച്ചിട്ടില്ല. ഈ ഒരു മാർക്കറ്റ് ഇപ്പം നമ്മൾ പമ്പ് വന്നപ്പോൾ വീഡിയോ ഇട്ടാണെന്ന് വെച്ചാൽ അതിങ്ങനെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഞാനിതിന് മുമ്പും ഞാൻ ഒരു മാർക്കറ്റ് എത്ര നാൾ ക്രാഷ് ആയപ്പോഴും ഒക്കെ നമ്മൾ ഇതിന് മുമ്പ് എത്രയോ ദിവസങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. ബിറ്റ് കോയിൻ എപ്പോഴും നിങ്ങൾ ബൈ ചെയ്യുക, അത് മൂവ്മെൻറ്റാണ്. അപ്പം അതൊരിക്കലും നിങ്ങൾ വിട്ട് കളയരുതെന്ന് പറഞ്ഞ് ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം പലരും ഇപ്പം പല യൂട്യൂബർമാരും ഇപ്പം ടെലിഗ്രാമിൻ്റെ എയർ ഡ്രോപ്പിലൊക്കെയാണ്. അപ്പം അതിന് കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യരുത്. എയർ ഡ്രോപ്പ് ടെലിഗ്രാമിൻ്റെയൊക്കെ ബേസ്ഡ് ആയിട്ടുള്ള എയർ ഡ്രോപ്പെല്ലാം ഇപ്പോൾ സ്കാം ആവും. നമ്മുടെ കയ്യിൽ നിന്ന് അവർ ഫണ്ട് മേടിക്കാനായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഒരു എയർ ഡ്രോപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പം ടെസ്റ്റ് നെറ്റൊക്കെ ചെയ്താൽ ചിലപ്പോൾ ഈ ഒരു അവരുടെ ടെസ്റ്റ് നെറ്റ് യൂസ് ചെയ്യാൻ ചിലപ്പോൾ ഫീ വരുന്നത്, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇതെന്ന് വെച്ചാൽ ടെലിഗ്രാമിൽ പലതും നിങ്ങൾക്ക് അത് ചെയ്യാൻ ഡബിൾ ആവും എന്നൊക്കെ പറഞ്ഞ് നമ്മളിൽ നിന്ന് കാശ് മേടിക്കുക, അതൊന്നും നല്ലതല്ല. ഇപ്പോൾ ടെലിഗ്രാമിൻ്റെ ആ ഒരു ട്രസ്റ്റ്, ഈ ഒരു എയർ ഡ്രോപ്പിനോടുള്ള ട്രസ്റ്റുകൾ പതുക്കെ കുറഞ്ഞു വരുന്നുണ്ട്. ഇനിയിപ്പോൾ അതിൽ വലിയ ഫോക്കസൊന്നും ചെയ്യണ്ട. അപ്പം മാർക്കറ്റ് ഇങ്ങനെയാണ്. മാർക്കറ്റ് ബിറ്റ് കോയിനെ നമുക്ക് എപ്പോഴും ട്രസ്റ്റ് ചെയ്യാം. ഇനിയിപ്പം ഇപ്പോൾ ചാടിക്കയറി എടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ അറിയാൻ പറ്റില്ല, ചിലപ്പം വേലുകൾ ഒരു 75K 78K ഒക്കെ ഒന്ന് ഡമ്പാക്കാനും സാധ്യതകൾ കൂടുതലാണ്. നമ്മളെപ്പോഴും നല്ല പൊങ്ങി പോകുന്ന വെക്കുമ്പോഴായിരിക്കും അവർ വന്ന് നല്ലൊരു മാർക്കറ്റ് ഒരു മാനിപ്പുലേഷൻ നടത്തുന്നത്. അങ്ങനെയൊക്കെ സാധ്യതകളുണ്ട്. ഇതിനു മുമ്പ് നിങ്ങൾ ബിറ്റ് കോയിനൊക്കെ ട്രേഡ് എടുത്ത് വിട്ടവരാണെങ്കിലും അല്ലെ സ്പോട്ട് മേടിച്ചിട്ടവരാണെങ്കിലും ഇപ്പോൾ പ്രോഫിറ്റിലായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടാണ്. എല്ലാവർക്കും ഒരു കൂടി നന്ദി, നമസ്കാരം.